എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജാനകി ആകെ വിഷമത്തിലാണ്. അനി MD സ്ഥാനം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അന്നേരം ജലജയും വന്നിട്ട് പറയുന്നുണ്ട്, എന്തൊരു അവസ്ഥയാണ് അവൻ്റേത്. ഇതുപോലൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ട് അവൻ ഇങ്ങനെ ചെയ്താൽ എന്നാ ചെയ്യുന്നേ? ഇവിടെ ഓരോരുത്തരും അങ്ങനെ ഒരു അവസരം കിട്ടാൻ വേണ്ടി മോഹിച്ച് നടക്കുവാണ് എന്നൊക്കെ പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി വന്നെ. അന്നേരം ദേവയാനി ചോദിക്കും, നിൻ്റെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞൂടി എന്ന് ചോദിക്കുമ്പോൾ, എല്ലാം ഒതുക്കിയിട്ടാണ് ഏട്ടത്തി ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഒതുങ്ങി തന്നെ ഇരുന്നോണം, നീ ഇങ്ങോട്ട് വന്നേക്കരുത്. എൻ്റെ മകനും മരുമകളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ വിഷമം എനിക്കുണ്ട്. അത് ഞാൻ നിൻ്റെ മകൻ്റെയും ദേഹത്ത് തീർക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഞാനങ്ങ് പോയേക്കാം എന്ന് പറയുക ജലജ. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് പുറത്ത് പോയിട്ട് അനി അങ്ങോട്ട് വരുന്നത്. അന്നേരം ഇനി അവിടെ നിന്ന് എന്തെങ്കിലും ന്യൂസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ജലജ അവിടെ നിൽപ്പണ്ടേ. അനി കയറി വരുന്നതേ ദേവയാനി ചോദിക്കും, ആദർശിനെ കണ്ടോ, എന്താ പറഞ്ഞത് അവൻ എന്നൊക്കെ ചോദിക്കുമ്പം, ഞാൻ ആദർശേട്ടനെ കണ്ടു, ഞാൻ എൻ്റെ അഭിപ്രായം ആദർശേട്ടന് പറയുകയും ചെയ്തു എന്ന് പറയും. അന്നേരം എന്താ അഭിപ്രായമാണ് നീ പറഞ്ഞത് എന്ന് ചോദിക്കും ജാനകി. അന്നേരം അനി പറയുന്നുണ്ട്, ഏട്ടൻ ഒഴിച്ചിട്ട് പോയ കസേരയിൽ ഇരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഏട്ടന് മുകളിൽ വളരണമെന്നോ അല്ലെങ്കിൽ ഏട്ടൻ്റെ സ്ഥാനമാനങ്ങൾ എനിക്ക് വേണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ MD കസേരയിൽ ഇരിക്കില്ല എന്ന് പറയും. അന്നേരം ദേവയാനിയും അതുപോലെ അജയനും എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, മോനെ നിൻ്റെ മുത്തശ്ശൻ്റെ സ്വഭാവം തന്നെയാണ് ആദർശന്. അവനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ MD കസേരയിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലും വന്നിരിക്കും. അതാ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ വന്നിരിക്കുവാണെങ്കിൽ ഇരിക്കട്ടെ, അല്ലാതെ ഞാൻ ആ സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകും അനി. അന്നേരം ഇത് കാണുന്ന ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ട്. ജാനകി കുറച്ച് ചീത്തയൊക്കെ പറയുന്നുണ്ട് അനിയെ, പക്ഷേ അനിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് തന്നെ പറയുന്നു. അനി അങ്ങ് പോയി കഴിയുമ്പം ദേവയാനി അജയനോടും ജയനോടുമായിട്ട് പറയുന്നുണ്ട്, അവൻ എന്നും ഏട്ടനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഏട്ടൻ്റെ മുകളിൽ വളരണമെന്നോ അല്ലെങ്കിൽ ഏട്ടൻ്റെ സ്ഥാനമാനങ്ങളോ ഒന്നും അവൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ടേ. എന്തായാലും അനിയുടെ ഈ ഒരു അഭിപ്രായം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ജാനകിക്ക്. അതുകൊണ്ട് ജാനകി അനിയുടെ റൂമിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ കിടന്ന് കുറേ സംസാരിക്കുന്നുണ്ട്. ഇതുപോലൊരു ചാൻസ് കിട്ടുമ്പോൾ നീ വേണ്ടെന്ന് വെക്കരുത്. നീ MD കസേരയിൽ ഇരിക്കുന്ന സ്വപ്നം കണ്ട് നടക്കുവാണ് ഞാൻ, അത് നീ സാധിച്ചു തരണം എന്നൊക്കെ പറയുമ്പം, അമ്മ ഇങ്ങനെ സ്വാർത്ഥത കാണിക്കരുത്. അപ്പച്ചി ആയിരുന്നെങ്കിൽ ഈ സ്ഥാനം മകന് കൊടുക്കുന്നു എന്നറിയുമ്പം തുള്ളിച്ചാടി അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചേനെ. ആ രീതിയിലേക്ക് എൻ്റെ അമ്മ അതപ്പതിക്കരുത്. ഇടയ്ക്കൊന്നും നന്നായതായിരുന്നു, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. മനസ്സിപ്പോഴും പഴയത് തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അനി അങ്ങോട്ട് ദേഷ്യപ്പെടുക. അന്നേരം ജാനകി പറയുന്നുണ്ട്, നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്, എനിക്ക് ദേഷ്യം വരും, ഞാൻ പോയി അങ്ങ് തൂങ്ങിച്ചാകുമെന്ന് പറയുവാണ്. ഇവരെന്ത് പറഞ്ഞാലും തൂങ്ങിച്ചാകുമെന്ന് പറയും. പണ്ട് അനാമികയുടെ കേസിൽ ഇത് തന്നെയായിരുന്നു, തൂങ്ങിച്ചാകുമെന്ന് പറഞ്ഞാണ് അനിയെ പേടിപ്പിച്ച് വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോകുവാണ് ഇത് പറഞ്ഞുകൊണ്ട്. അന്നേരം അനി പറയുന്നുണ്ട്, ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ അമ്മയായിരിക്കില്ല, ഞാനായിരിക്കും തൂങ്ങിച്ചാകുന്നത്. ആ ഒരു അവസ്ഥയിലേക്കാണ് എല്ലാവരും എന്നെ കൊണ്ട് എത്തിച്ചേക്കുന്നത്. ഇപ്പം തന്നെ ഭാരിച്ച ഉത്തരവാദിത്വം എൻ്റെ തലയിലുണ്ട്. അതിൻ്റെ കൂടെയാണ് MD സ്ഥാനം കൂടി എൻ്റെ തലയിലെടുത്ത് വെച്ച് തരാൻ നോക്കുന്നത്. എന്നെക്കൊണ്ട് ഇതെല്ലാം നോക്കി നടത്താൻ സാധിക്കില്ല എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, എടാ ഇതിനു മുമ്പ് നീ ആ MD കസേരയിൽ ഇരുന്നതല്ലേ കുറച്ച് ദിവസം ആദർശ് ഗൾഫിലേക്ക് പോയപ്പം? അന്ന് പ്രശ്നമൊന്നും സംഭവിച്ചില്ലല്ലോ, അതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളും എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നേട്ടം ഞാൻ ആ ജ്വല്ലറിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം എൻ്റെ ഏട്ടനുണ്ടായിരുന്നു, അല്ലാതെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം ദേഷ്യം വന്നിട്ട് തുള്ളിച്ചാടി പുറത്തേക്ക് പോവുകയാണ് ജാനകി. ആകെ വിഷമിച്ചിരിക്കുന്നു അനി അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ. പിന്നീട് ഗോവിന്ദനെയും കനകയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് അനിയെ കണ്ടിട്ട് നന്ദു കയറി ചെല്ലുക. അന്നേരം ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. നയനേച്ചി വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയുന്നത്. അന്നേരം അതെന്ത് കഷ്ടമാണ്, അനി ആ സ്ഥാനത്ത് ഇരുന്നില്ല എങ്കിൽ വേറെ ആരെങ്കിലും ആ സ്ഥാനത്ത് വന്നിരിക്കും, അന്നേരം അതൊരു വലിയ പ്രശ്നമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, അനിയാണ് ആ സ്ഥാനത്ത് എങ്കിൽ ആദർശ് എന്തെങ്കിലും തിരിച്ചു വരുമ്പം മുത്തശ്ശനോട് സമ്മതിക്കുവാണെങ്കിൽ ആ MD സ്ഥാനം അനിക്ക് ആദർശന് കൊടുക്കാം. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ആ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൈമാറ്റം ചെയ്യൽ നടക്കുകയല്ലോ. അതുകൊണ്ട് അനി തന്നെ അവിടെ ഇരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ മരുമകനെ എന്നും MD സ്ഥാനം അന്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമമുണ്ട് ഗോവിന്ദനും കനകയ്ക്കുവേ. അന്നേരം നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ ഈ അവസ്ഥ വരാനുള്ള മെയിൻ കാരണം ആ അഭിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, അവനെ പിടിച്ചുകൊണ്ടേ ആ സെല്ലിലിട്ട് അവൻ്റെ നട്ടിൽ ചവിട്ടി ഓടിക്കണം. അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ അകത്ത് നിന്നോട്
എന്നോട് ചോദ്യം ചോദിക്കാനൊന്നും വരികയില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, അവൻ മാത്രമല്ലല്ലോ അമ്മയുടെ മോളെന്താ കാണിക്കുന്നത്, AN ജ്വല്ലറിക്ക് വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് അമ്മ കാണുന്നതല്ലേ എന്ന് ചോദിക്കും. അന്നേരം കനക പറയുന്നുണ്ട്, ഓ അവളിപ്പം വലിയ ആരോ ആണെന്നാണ് അവളുടെ ഭാവം, ഒന്ന് വിളിക്കാറ് പോലുമില്ല ഇങ്ങോട്ട് എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതിങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തുമെന്ന് അവൾക്കറിയാം, അതുകൊണ്ടാണ് അവൾ വിളിക്കാത്തത് എന്ന്. അന്നേരം നന്ദു ഇങ്ങനെ ചുമ്മാ ചോദിക്കുവാണ്, ഇനിയിപ്പം അനിയെ ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചാലോ, അവനോട് MD സ്ഥാനം നീ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറഞ്ഞാലോ, ചിലപ്പോൾ കേട്ടാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക നന്ദു. അന്തിക്കും രണ്ടെണ്ണത്തിൻ്റെ സ്വഭാവം മാറും, നീ വിളിക്കുമൊന്നും വേണ്ട, അവിടെ ഒരുപാട് പേര് ഉപദേശിക്കാനുണ്ട്, നിൻ്റെ ചേച്ചി ഉൾപ്പെടെ, അതുകൊണ്ട് അവരാരെങ്കിലും ഉപദേശിച്ച് അനിയെ കൊണ്ട് സമ്മതിപ്പിച്ചോളും, നീ ആയിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പോകണ്ട, ഈയിടെയായിട്ട് നിങ്ങൾ തമ്മിൽ സംസാരമൊന്നും ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് അത് ഇനി തുടങ്ങണ്ട എന്ന് പറയും. അന്നേരം കനക അതിൻ്റെ ഇടയ്ക്കൂടെ പഴയ കാര്യം എടുത്തിടുവാണ്, അന്ന് ഈ വീട്ടിൽ കയറിയത് അവനാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന്. അന്നേരം നന്ദു ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തിനെക്കുറിച്ചാണ്, അനി MD സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു, അതിനെപ്പറ്റിയല്ലേ, അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നതെന്ന് ചോദിക്കും. അന്നേരം കനക പറയുന്നുണ്ട്, നീ അവനെ കാണാറുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ടാണ്. അന്നേരം നന്ദു പറയും, ഞാൻ അവനെ കാണാറുമുണ്ട്, സംസാരിക്കാറുണ്ട്, അവൻ്റെ കൂടെ കറങ്ങി നടക്കാറുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് പോകുന്നു. അന്നേരം കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, നിൽക്കടി അവിടെ എന്ന് പറയുമ്പോൾ കൈ തട്ടിക്കളഞ്ഞിട്ട് അങ്ങ് പോവാട്ടോ നന്ദു അകത്തോട്ട്. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ അനിയെ തന്നെയാണ്. അനി മുത്തശ്ശൻ്റെ അടുത്ത് വന്നും എനിക്ക് MD സ്ഥാനം സ്വീകരിക്കാൻ സാധിക്കില്ല, എന്നെക്കൊണ്ട് അതെല്ലാം നോക്കി നടത്താനുള്ള കഴിവില്ല എന്നൊക്കെ പറയുന്നു. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെൻ്റെ തീരുമാനമാണ്, അത് ഞാൻ നടപ്പിലാക്കും, നീ ആ കസേരയിൽ ഇരുന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം അനി പറയുന്നുണ്ട്, ആദർശേട്ടന് ഒരു തെറ്റ് ചെയ്തുവെങ്കിൽ ആ തെറ്റ് ഒന്ന് പുറത്ത് ക്ഷമിച്ച് ആദർശേട്ടനെ തന്നെ ആ സ്ഥാനത്ത് ഇരുത്തിയേ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാണ്, നീ ആ MD കസേരയിൽ ഇരിക്കണം, ഒരു നല്ല മുഹൂർത്തം നോക്കി, ഇനി നിന്നെക്കൊണ്ട് പറ്റുന്നില്ല, നീ അവിടെ പരാജയമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്നേരം ഞാൻ നിന്നെ അവിടെ നിന്ന് മാറ്റിക്കോളാം, അല്ലാതെ നീ തന്നെ അവിടെ ഇരിക്കണം, അനി യാതൊരു മാറ്റമില്ല എന്ന് തന്നെ മുത്തശ്ശൻ പറയുന്നു. അനി കുറേ പറഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ മുത്തശ്ശൻ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് സഹിയിട്ട് ദേഷ്യപ്പെട്ട റൂമിൽ നിന്ന് ഇറങ്ങി പോരുവാണ് അനി. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, മുത്തശ്ശൻ പറയുന്നത് കേൾക്ക് മോനെ, നീ വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അവിടെ ജാനകി. ജാനകിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ. ജാനകി പുറകെ ചെല്ലും, എന്നിട്ട് നീ എന്നതാ ഈ കാണിക്കുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുമ്പം, എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു, അത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകും. ഈ ജാനകിക്ക് എങ്ങനെയെങ്കിലും അനിയെ MD ആക്കണം. അതിന് ദേവയാനിയെ പോലും കുത്തി പറയുന്നുണ്ട്. ദേവയാനിക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടമാണ് ആദർശിൻ്റെ MD സ്ഥാനം പോയത്, അതുപോലെ നീ ആ MD സ്ഥാനത്തേക്ക് വരുന്നതിൽ അവർക്ക് നീരസമുണ്ട്, അതൊന്നും നിനക്ക് മനസ്സിലാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുമ്പം എനിക്ക് ദേഷ്യം കൂടുക ചെയ്യുന്നത്. ഏതായാലും അനി ഇങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ മുത്തശ്ശിക്ക് ഒരു ടെൻഷൻ, ഇനി അനി ആ സ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിലോ എന്നോർത്ത്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ തന്നെ ആ സ്ഥാനം ഏറ്റെടുക്കും, അതെനിക്ക് ഉറപ്പുണ്ട്, അവൻ്റെ ഈ അലസതയൊക്കെ മാറി അവൻ നല്ലൊരു ബിസിനസ്സുകാരനാകണം, എങ്കിലേ ആദർശിന് ഒരു തുണിയാകാൻ അവനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇനി അങ്ങോട്ട് ഭാവിയിൽ മൂർത്തി ജ്വല്ലറിയെ നയിക്കേണ്ടത് അവർ രണ്ടുപേരും കൂടിയാണ്. ആദർശ് ഇല്ലാത്ത സമയത്ത് അവൻ കാര്യങ്ങളെല്ലാം നോക്കി പഠിച്ച് അവൻ്റെ ഈ അലസതയൊക്കെ ഒന്ന് മാറ്റി അവൻ റെഡിയാകണം, അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഏതായാലും റൂമിൽ പോയി ആകെ വിഷമിച്ചിരിക്കുന്ന അനിയുടെ അടുത്തേക്ക് ജയനും ദേവേനയും വരുന്നുണ്ട്. അവരും കുറേ ഉപദേശിക്കും കേട്ടോ, ആദർശിന് പകരം മോൻ തന്നെ അവിടെ ഇരിക്കണം, പുറത്തുനിന്ന് ഒരാൾ അവിടെ വരരുത്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് അവരും കുറേ ഉപദേശിച്ചിട്ടിങ്ങ് പോകുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമത്തിലാണ് അനി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അഭി ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. വരുന്നത് ഡേവിഡ് ആട്ടോ, AN ജ്വല്ലറിയുടെ MD ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡേവിഡ് വരുന്നു. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം അഭി എന്ന് ചോദിക്കുമ്പം, ഒരു വിശേഷവും ഇല്ല, ഇങ്ങനെ അങ്ങ് പോകുന്നു, സാറിനെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. ഒരുപാട് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നേരി കണ്ടിട്ടില്ലല്ലോ. അന്നേരം അങ്ങനെ ചോദിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നുള്ളത് അഭി ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. 1-2 തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് അഭി പറയുമ്പം അങ്ങനെ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാര്യയോട് ഡിസ്കസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം എന്താണെന്ന് അറിയാലോ, ആ സ്ഥിതിക്ക് എന്നിങ്ങനെ പറയുക. അന്നേരം അഭി ചോദിക്കും, അതെങ്ങനെയാണ് സാറിന് ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് എന്ന്. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, മൂർത്തി ജ്വല്ലറി എന്ന് പറയുന്ന ഒരു വലിയൊരു സംരംഭത്തിൻ്റെ പേര് മായ്ച്ച് അവിടെ ഞങ്ങൾ ഉയർന്നു വരണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്ന് ഞങ്ങൾ മുന്നേ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മൂർത്തി ജ്വല്ലറിയിലും അനന്തപുരി തറവാട്ടിലും ശ്വാസം മുട്ടി കഴിയുന്ന ആരൊക്കെയാണ് എന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെയും ജ്വല്ലറിയുടെയും A to Z കാര്യങ്ങൾ ഞങ്ങൾക്കിപ്പോൾ അറിയാം. ആ രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പം അത് കേൾക്കുന്ന അഭിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.